ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. അപ്പോൾ ഒത്തിരി നാളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. പൊതുവേ ഇപ്പം നിങ്ങൾക്ക് കാണാം ഹേസൽ സ്നോയിൽ രാത്രി ഇറങ്ങി നടക്കുന്നതാണ് ആ വീഡിയോ. ആക്ച്വലി ഇതുപോലെ ആയിരുന്നു, ചുറ്റും സ്നോയും, ഒരുപാട് ജോലിയിലൊക്കെ നല്ല തിരക്ക്, അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നാളൊരു ബ്രേക്ക് എടുത്തതാണ് വീഡിയോയിൽ നിന്ന്. അപ്പോൾ ഇതിപ്പോൾ അവൾക്ക് സ്നോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ഈ വിൻ്ററിലെ ഏറ്റവും മേജറായിട്ടുള്ള ലാസ്റ്റ് സ്നോ ആയിരുന്നു. അപ്പം ഞങ്ങൾ വൈകുന്നേരം നല്ല തണുപ്പായിരുന്നു എങ്കിലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സ്നോ ഒക്കെ കണ്ടു. പുള്ളിക്കാരത്തേക്ക് അതിൽ ചാടിക്കളിച്ച് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മിക്കവാറും പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കയറി വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാതിൽ വരെ വന്നിട്ട് പുള്ളിക്കാരത്തി അവിടെ തന്നെ നിൽക്കും കുറേ നേരം. അപ്പോൾ അങ്ങനെയാണ് പൊതുവേ പുള്ളിക്കാരത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. വീഡിയോ ഇച്ചിരി ഷെയ്ക്കിയാണ്, കാരണം അവളെയും കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എനിവേ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത് ആക്ച്വലി ഫെബ്രുവരിയിലൊരു ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഏപ്രിലൊക്കെ ആയില്ലേ, ഒരുവിധം നല്ല വെതറൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം എന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഡിഫറൻസാണ് ആക്ച്വലി പുറത്ത് വെതറുകൾ തമ്മിൽ. അപ്പോൾ ഇത് ഒരു ഫെബ്രുവരി ക്ലിപ്പാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളോട് ചോദിച്ചു വരുന്നോയെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തേക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് പൂക്കളെല്ലാം വിടർന്നതിന് ശേഷം കുറച്ച് സ്നോ വീണു, അതുകൊണ്ടാണ് അതങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നത്. സാധാരണഗതിയിൽ നന്നായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ദിവസം നമുക്ക് പൂക്കളും ഉണ്ടായിരുന്നു, സ്നോയും ഉണ്ടായിരുന്നു. ഇത് കൂടാതെ പിന്നെ നമുക്ക് ഈസ്റ്ററിനും കുറച്ച് സ്നോ വീണിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മിക്കവാറും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അങ്ങ് പോകുന്ന തരം സ്നോ ആയിരുന്നു. അങ്ങനെ ഒരുപാട് വീണിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെയാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മരങ്ങളെല്ലാം പതുക്കെ വിടർന്ന് പൂക്കളെല്ലാം വരാൻ തുടങ്ങി. ഇത് മെഗ്നോളിയാണ്. അത് പൂക്കളുടെ അതിൻ്റെ ചെറിയ ചെറിയ ബഡ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഉച്ചക്ക് നമ്മുടെ സാധാരണ ഊണാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു മാങ്ങ കറിയും ചേന മെഴുക്കുരട്ടിയൊക്കെയാണ് ഇന്ന് ഊണിന് കൂട്ടായിട്ട് വെക്കുന്നത്. അപ്പം ഞാൻ അകത്തേക്ക് കയറി വന്നപ്പോൾ പുള്ളിക്കാരത്തി നമ്മുടെ വിൻഡോയുടെ അവിടെ ഒരു ചെറിയ സീറ്റുണ്ട്, അവിടെ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കി നടന്നു പോകുന്ന പട്ടികളും ആളുകളൊക്കെ കാണുന്നതാണ് പുള്ളിക്കാരത്തിൻ്റെ ഏറ്റവും വലിയ വിനോദം. അപ്പം അങ്ങനെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് പുള്ളിക്കാരി. പുറത്തേക്ക് പോകാൻ വലിയ താല്പര്യമില്ല ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് എൻ്റെ അകത്തുള്ള കുറച്ച് ചെടികളാണ്. അപ്പം ഓർക്കിഡ്സാണ്. ഓർക്കിഡ്സ് യൂഷ്വലി ഈ സ്പ്രിങ് ടൈമിൽ നന്നായിട്ട് പൂക്കും. ഇത് ആക്ച്വലി ഞാനിത് ക്രിസ്മസ് കാക്ടസ് ആണെന്ന് പറഞ്ഞാണ് വാങ്ങിയത്. പക്ഷേ ഇതിപ്പോൾ ഈസ്റ്ററിലേക്കാണ് പൂക്കുന്നത്. അപ്പം കാക്ടസാണിത്, നമ്മുടെ കള്ളിമുൾച്ചെടി. പക്ഷേ പല കളേഴ്സിലുണ്ട്. അത് റെഡും ഉണ്ട്, പിങ്കും ഉണ്ട്, എനിക്കൊരു വൈറ്റും ഉണ്ട്. വൈറ്റ് പക്ഷേ പൂത്തിട്ടില്ല കേട്ടോ ഇപ്പം. പിന്നെ നമുക്ക് കറി വയ്ക്കാനായിട്ട് പോവാം, കാരണം ഉച്ചയ്ക്ക് ഊണ് കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചക്കക്കുരു എല്ലാം ഞാൻ ചിരണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് മാങ്ങയുടെ അവസ്ഥ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, പച്ചമാങ്ങ ഫ്രോസൺ ആണ്. അപ്പോൾ അതും ആവശ്യത്തിനുള്ള, ഇവിടുത്തെ മാങ്ങയ്ക്ക് അധികം പുളിയില്ല, അതുകൊണ്ടാണ് കേട്ടോ അത്രയും കഷ്ണം ഇട്ടിരിക്കുന്നത്. ഇത് ഉണക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക് വേണമെങ്കിൽ ഇടാം. ഞാൻ എരിവ് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരപ്പിൽ മാത്രമേ പച്ചമുളക് ചേർത്തുള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് കെറ്റിലിൽ നിന്ന് നല്ല തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് ഞാനത് വെക്കാൻ വേണ്ടി പോവാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഈസി കറിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ അതിന് അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്ത് മഞ്ഞൾപ്പൊടി, ജീരകം, 4 പച്ചമുളക്. ഇവിടുത്തെ പച്ചമുളകിനും അധികം എരിവില്ല എങ്കിലും 4 എണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഫ്രഷായിട്ട് ഉള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിപ്പോൾ എല്ലാം ചക്കക്കുരു മാത്രമേ ഉള്ളൂ ഇവിടെ ഫ്രഷായിട്ട് കിട്ടിയത്. കാരണം ഞാൻ ഷിക്കാഗോയിൽ പോയപ്പോൾ പഴുത്ത ചക്ക വാങ്ങിയതിൻ്റെ ഉണ്ടായിരുന്ന കുരുവാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഈ അരപ്പ് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് അരയാൻ വേണ്ടിയിട്ട് ഞാൻ അധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടല്ല അരച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ തിക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കെറ്റിലുള്ള ചൂടുവെള്ളം തന്നെ നമ്മുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇനി അരപ്പ് വേകണമല്ലോ. പിന്നെ അതുപോലെ കുറച്ച് ഇത് ഇരിക്കും തോറും, കറി റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഇരിക്കും തോറും ഇത് കുറച്ച് കുറുകും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. അപ്പോൾ നോക്കിയപ്പോൾ ഇച്ചിരി തിക്കായിട്ട് തോന്നി,
അപ്പോൾ പിന്നെയും ഒരു ഗ്ലാസ് വെള്ളം കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ട് ഇനിയൊരു 5 മുതൽ 6 മിനിറ്റ് വരെ നന്നായിട്ട് ഒന്ന് വേവിക്കണം. കാരണം അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി ആ ടേസ്റ്റ് വരണം. ഇതിനകത്ത് ഞാൻ മോരൊഴിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് വേവിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മോരൊഴിക്കാത്തതുകൊണ്ട് പിരിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ താളിച്ചൊഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പുറത്തെ അടുപ്പിലൊക്കെ മീൻകറി വെച്ചിട്ടുണ്ട്, ചേന മെഴുക്കുവരട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല ഈസി ആൻഡ് പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ഊണ് റെഡി ആയിട്ടുണ്ട്. മീൻകറി ഉണ്ട്, പിന്നെ അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി ഉണ്ട്, ചേന മെഴുക്കുവരട്ടി, പപ്പടം, പിന്നെ നമ്മുടെ കറി ചക്കക്കുരു മാങ്ങാക്കറി. നല്ല അടിപൊളി ഊണായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.